ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കാണിക്കുകയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനിയുടെ കോള് വരികയാണ്. അപ്പോൾ അനിയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദു പെട്ടെന്ന് കോൾ എടുത്തിട്ട് ഇന്നലെ ഇത്രയും സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പം രാവിലെ തന്നെ എന്നെ വിളിക്കുന്നതല്ലേ. അപ്പോൾ അനി ഭയങ്കര മൂഡ് ഓഫാണ്. നന്ദു, ഞാനേ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് നന്ദു. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? പറ അനി. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ആദർശേട്ടൻ വിളിക്കുന്നില്ലല്ലോ. ആദർശേട്ടൻ വിളിക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. പക്ഷേ ആദർശേട്ടൻ വിളിക്കാത്തതിൻ്റെ കാരണം ആദർശേട്ടൻ ദുബായിൽ ജയിലാണ് നന്ദു എന്ന് പറയാ. ഇത് കേട്ടതും നമ്മുടെ നന്ദു ആകെ ഞെട്ടിത്തെറിച്ചൊരവസ്ഥ നിൽക്കുകയാണ്. എന്താ നീ പറഞ്ഞത്? ആദർശേട്ടൻ ജയിലിലോ? അതെ, ആദർശേട്ടൻ ജയിലില്ല. ഇവിടെ ചിലവരൊന്നും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മുത്തശ്ശനോ അല്ലെങ്കിൽ നയനേട്ടത്തെയോ പിന്നെ ആൻറ്റിയോ അവരൊന്നും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. അതുകൊണ്ട് നയനേട്ടത്തി അറിയണ്ട ഈ കാര്യങ്ങളൊന്നും. ഒന്നാമത് തന്നെ ഗർഭിണിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. ശരി, ഞാൻ ആരോടും പറയില്ല. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാൻ അവസ്ഥയിൽ നിൽക്കുകയാണ് നന്ദു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൺ വെക്കുന്ന സമയത്താണ് നമ്മുടെ കനക കയറി വരുന്നത്. അപ്പോൾ കനകം കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരാടി ഫോണിൽ ഇങ്ങനെടി ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കണം. അപ്പോൾ ഗോവിന്ദനും വരികയാണ്. തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അത് ആരാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി കൊടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ അനി. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഗോവിന്ദേട്ടാ, കണ്ടോ? നോക്കിയേ, ഇവൾ ആരാ വിളിച്ചതെന്ന്? അനിയെ വിളിച്ചിരിക്കുന്നത്. ഇന്നലെ മതിൽ ചാടി വന്നതും അവനാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇവളത് പറയുന്നില്ല, പക്ഷേ അങ്ങനെയാണ് സംഭവങ്ങൾ. അവൻ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഇവളെ കാണാൻ വേണ്ടി. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേടി അനിയെ വിളിക്കരുതെന്ന്? അവനോട് ഒരു കൂട്ടും പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വല്ലാത്ത മോശക്കേടാണ് കേട്ടോ നന്ദു എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ഗോവിന്ദനാണെങ്കിലേ, എന്താ മോളെ ഇത്? നിന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എന്തിനാ അവനെ വീണ്ടും വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് ശരി, അവൻ എന്തിനാ വിളിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. എന്തിനാ വിളിച്ചത്? നിന്നോട് ശൃംഗരിക്കാൻ വേണ്ടി തന്നെയല്ലേ വിളിച്ചത്? അതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ നയന ചേച്ചിയെ പേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയാതിരുന്നത്. നയന ചേച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നോട് അതിനെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്രയും കുറ്റപ്പെടുത്തുന്ന സ്ഥിതിക്ക് എനിക്കത് പറയാനായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. നയന ചേച്ചി ദൈവത്തോർത്ത് അറിയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ അവൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ആദർശേട്ടൻ ദുബായിൽ ജയിലിലാണെന്ന് പറയാൻ വേണ്ടിയാ എന്നെ അനിയെ വിളിച്ചത്. ഇത് കേട്ടതും ഇവർ രണ്ടുപേരാകെ ഞെട്ടിപ്പോവാ. എന്താ പറഞ്ഞത്? അതെ, ആദർശേട്ടൻ ദുബായിലെ ജയിലിലാ. ഇപ്പോഴും ആദർശേട്ടൻ്റെ കോള് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന ചേച്ചി കരഞ്ഞ് കണ്ണീരൊപ്പി നിൽക്കുക. നയന ചേച്ചി ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകത്തിനാണെങ്കിൽ ആകെ സങ്കടം തോന്നിയാണ്. എൻ്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഓരോ പരീക്ഷണങ്ങൾ മാറുമ്പോൾ ഓരോ പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ നയനമോൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് താങ്ങാനായിട്ട് പറ്റില്ല. ഒന്ന് തന്നെ അവളുടെ വയലൊരു കുഞ്ഞും വളരുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എനിക്കിപ്പോൾ പേടി. അമ്മേ, കരഞ്ഞ് ബഹളം ഉണ്ടാക്കി നയന ചേച്ചിയെ വിളിച്ച് ഈ കാര്യങ്ങളൊന്നും പറയരുത്. അനന്തപുരിയിൽ ചിലവരൊന്നും ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ഇനി ദുബായിൽ ഇനി എങ്ങനെയാണ് ആദർശേട്ടൻ ജയിലിലായത് എന്നൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയുക. അപ്പോൾ കനകമാണെങ്കിൽ ഞാൻ ഏതായാലും ഗോവിന്ദേട്ടാ പൂജ റൂമിലേക്ക് ചെല്ലട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കനക അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അഭി അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം അഭിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് കാലി വരിക. ജലജ അങ്ങോട്ട് ചെന്ന്, അഭി, നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? നീ എന്താ ഒരു നല്ല കാര്യം പോലും ചെയ്യാത്തത്? എപ്പോഴും നിന്നെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നീ എന്താടാ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി അത് തിരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാണ്? തിരുത്താൻ പറ്റില്ല പോലും. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അബേ. അതൊക്കെ മനസ്സിലാണെങ്കിൽ നീ ആ ഒരു അവസ്ഥയിൽ എത്തണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ആകെ നാണം കെട്ടൊരു അവസ്ഥ നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആശ്വാസം ആദർശ ജയിലായല്ലോ,
അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ പതുക്കെ പതുക്കെ ഒന്നും പറയല്ലേ, ഇവിടുത്തെ പട്ടാളം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനിയെ കാണുകയാണ്. ദേവയാനി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ കലി മൂത്ത് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങോട്ട് ചാടി കയറി വന്നിട്ട് എന്താ അമ്മയും മോനും കൂടി ഒരു ഗൂഢാലോചന, ഇനി ഈ കുടുംബം എങ്ങനെ തകർക്കണമെന്ന് ആലോചിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല, ഞങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞങ്ങൾ ചുമ്മാ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പറയും, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്നറിയാം, ഇവൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ, അതേ ഏട്ടത്തി, ഇവനെ ഞാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഉപദേശിച്ചിട്ട് എന്താ കാര്യം, ചെയ്ത തെറ്റുകളെല്ലാം മാഞ്ഞു പോകുമോ ഉപദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇല്ലല്ലോ. എൻ്റെ ഇളയമ്മ ഞാനാണെങ്കിൽ കല്യാണത്തിന് മുമ്പാ തെറ്റുകളൊക്കെ ചെയ്തത്, അതിനുശേഷം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഇളയമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും ആർക്കറിയാം നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം കല്യാണം കഴിഞ്ഞാലും സൗന്ദര്യമുള്ള ഏതെങ്കിലും പെണ്ണ് അല്ലെങ്കിൽ പണക്കാരി ഏതെങ്കിലും പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നീ അവരുടെ പിന്നാലെ പോകും. അതാണ് നിൻ്റെ ഒരു ഗുണം എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും ഇനിയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നീ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എടാ, നീ ആ പെണ്ണിനെ കൊല്ലാനായിട്ട് എത്ര പ്രാവശ്യം ഒരുങ്ങിയടാ. ഇനി നീ പറയായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നൊക്കെ എന്നെ പറയായിരിക്കും. പക്ഷേ നീ ചെയ്ത തെറ്റ് നീ ചെയ്തു തന്നെയാടാ. നീ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് ചെയ്തെന്ന് കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ജലജ അതൊക്കെ പോട്ടെ, അല്ല ആദർശ് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആദർശ് വിളിച്ചിട്ടില്ല. അപ്പോൾ ആബിയുടെ മുഖത്ത് ഭയങ്കര ചിരി അങ്ങോട്ട് ഉദിക്കുക. ഇത് ദേവയാനി കാണുകയും ചെയ്യണം. എന്താടാ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ആദർശിനെ കാണാത്തതിൻ്റെ പേര് നിങ്ങൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ? അയ്യോ എന്തിനാ സന്തോഷം, ആദർശിനെ കണ്ടില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? അറിയാം, സന്തോഷമൊക്കെ നിങ്ങളുടെ മുഖത്ത് നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ അമ്മയ്ക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. നിന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നല്ലോ ഇവിടുത്തെ ദത്തുപുത്രിയാണെന്നൊക്കെ. ഇനി ഇവിടുത്തെ ദത്തുപുത്രിയല്ല, ഇവിടുത്തെ ജോലിക്കാരി ആയിരിക്കും നിന്റെ അമ്മ. നീ ഇങ്ങോട്ട് വന്നണ്ടേ എന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാ? അതൊക്കെ പറയാം, നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അബിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുക. അങ്ങനെ ജലജയെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ദേവയാനി പറയുകയാണ്, ഏതായാലും നീയേ എൻ്റെയൊക്കെ കണ്ണീര് കാണാൻ വേണ്ടി ഒരുപാട് കൊതിച്ച് നടക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. നിന്റെ മകൻ്റെ തെറ്റ് മനസ്സിലാക്കാതെ എൻ്റെ മകനെ നീ തെറ്റു പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിലൊക്കെ നീ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനായിട്ട് തന്നെയാണ് നിന്റെ മകൻ്റെ തെറ്റ് നിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. എൻ്റെ മകനെ ഒരുപാട് ദ്രോഹിച്ചല്ലേ, അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ പണി തരണ്ട നിനക്ക്. പുറത്തെ നല്ല ചൂടാണ്, ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിലും 10 മണിക്ക് ശേഷം പൊള്ളുന്ന ചൂടാണ്. അതുകൊണ്ട് ഈ ചെടികൾ മൊത്തം നീ നനയ്ക്കണം. മനസ്സിലായല്ലോ? ശരി പോയി ചെടികളെല്ലാം നനയ്ക്കാൻ നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു അക്ഷരം പോലും എതിർത്ത് സംസാരിക്കാതെ ജലജ ആ ഓസ് എടുത്തുകൊണ്ട് വന്ന് ചെടികളെല്ലാം നനക്കുക. ആ സമയത്താണ് നമ്മുടെ ജാനകി വരുന്നത്. ഇതെന്താ ഏട്ടത്തി? അല്ല ഇവിടെ ജലജ ചെടികളെല്ലാം നനക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാ. ഏട്ടത്തി പറഞ്ഞ ഉടനെ തന്നെ എതിർവാക്കൊന്നും പറയാതെ അനുസരിച്ചോ? ഇതൊക്കെ മഹാത്ഭുതം തന്നെ. അനുസരിക്കണമല്ലോ. ഇനി അങ്ങോട്ട് അനുസരണത്തിൻ്റെ കാലമാണ് ഇവൾക്കുള്ളത്. ഇവള് ഇടക്കിടക്കെ പറയും ഇങ്ങനെ ഞാൻ ദത്തുപുത്രിയാണെന്നൊക്കെ. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ അവളെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നമുക്ക് അങ്ങനെ കാണാനേ സാധിക്കുള്ളൂ. ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതാണ്. എന്നിട്ട് അവൾ അത് കുളം തോണ്ടി വെച്ചു. ഇവള് ദത്തുപുത്രിയാണെന്നുള്ള എല്ലാ ഗുണങ്ങളും ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മകളല്ല എന്ന് ശരിക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ വൃത്തികെട്ട സ്വഭാവമാണ് ഇവളുടെ. ഇനി ഇവൾക്കുട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. ഇനി എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദേവയാനി പോയി കഴിഞ്ഞപ്പോഴേക്കും ജാനകിയാണെങ്കിൽ ജലജേ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം
അതുകൊണ്ട് ഏട്ടത്തി പറഞ്ഞ ഉടനെ തന്നെ നീ അനുസരിക്കുന്ന വ്യക്തിയല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി തന്നെയാണ് നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് ജാനകിയും പോവാണ്. അപ്പോൾ നമ്മുടെ ജലജയാണെങ്കിൽ എന്നെക്കൊണ്ട് ഇത്തരത്തിലുള്ള ജോലികളെല്ലാം ചെയ്യിപ്പിക്കും അല്ലേ? കാണിച്ചു തരാം. ആദർശ് ജയിലായ വിവരം അറിയുമ്പോൾ നീയൊക്കെ കിടന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വൈരാഗ്യത്തോടെ നിൽക്കുകയാണ് ജലജ. അങ്ങനെ നമ്മുടെ നയനയെ കാണിക്കുകയാണ്. അപ്പം നയനക്കാണെങ്കിൽ ആകെ സങ്കടം വരിക. ആദർശ് വിളിക്കുന്നുമില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വല്ലാത്തൊരവസ്ഥയിൽ ദൈവമേ, എന്തു പറ്റിയിട്ടുണ്ടാവും ആദർശേട്ടന്? ഇനി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി കുറച്ച് ഭക്ഷണമായിട്ട് നമ്മുടെ നയനയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചെന്നിട്ട് മോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. വേണ്ടമ്മേ, എനിക്ക് വേണ്ട, കഴിക്കണം. നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുകയല്ലേ, അപ്പോൾ അതിനെ പട്ടിണിക്കിടാവോ? നീ എന്തെങ്കിലും കഴിക്കുക. അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മോളെ, അപ്പോഴാണ് ജലജ വരുന്നത്. അപ്പോൾ ജലജ വന്നിട്ട്, അയ്യോ നയന മോളെ, ദേ ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഞാൻ വന്നത് നയനമോളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാൻ. അതിനല്ലേ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇനി നിന്റെ ഭാഗത്ത് നീയും കൂടി പറയണോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ അവിടെ നിന്ന് പോവാണ്. ജലജ പോയി കഴിഞ്ഞപ്പോഴേക്കും കാണിച്ചു തരാം, അധികം താമസിയാതെ രണ്ടുപേരും കൂടി വാവിട്ട് കരയുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോവാ. അപ്പോൾ ദേവയാനി, മോളെ കഴിക്കും, മോളെ നീ കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അമ്മയും കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ദേവയാനിക്ക് വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഭക്ഷണങ്ങളെല്ലാം. അങ്ങനെ ഇവർക്കാണെങ്കിൽ സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശനും അതേപോലെ തന്നെ ജയനും അജയനും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛാ, ആദർശിനെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അത് തെറ്റായ വിവരമാണോ? തെറ്റായ വിവരങ്ങളൊന്നും ഇവിടെ പറയേണ്ട ജയ. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അതുമാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ചിലവരൊക്കെ അഹങ്കാരത്തിൽ നിൽക്കുകയാണ്. നമുക്കിങ്ങനെ തകർച്ച ഉണ്ടാകാനായിട്ട് കാരണം നവ്യാണ്. നവ്യല്ലേ വേറെ കമ്പനിക്കാർക്ക് പരസ്യം കൊടുത്തത്? അതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു അഹങ്കാരം അവസാനിപ്പിക്കണമെങ്കിൽ നവ്യയോട് സത്യങ്ങളെല്ലാം പറയണം. അഭിയാണ് തെറ്റുകാരനെന്ന് നമ്മൾക്ക് പറഞ്ഞാൽ മതിയാവുള്ളൂ അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് നവ്യ. മറ്റുള്ളവരെ പോലെയല്ല, നവ്യ ഭയങ്കരമായിട്ടും പൊട്ടിത്തെറിക്കും. തൻ്റെ ഭർത്താവാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയ്ക്ക് അത് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ നമ്മുടെ അജയനും പറയാണ്, ഗോവിന്ദൻ്റെ മക്കളിൽ ഏറ്റവും ഇങ്ങനെ അത്യാർത്തി ഉള്ളത്, പണത്തിനോട് അത്യാർത്തി ഉള്ളത് നവ്യക്ക് തന്നെയാണ്. ആദർശിന് വേണ്ടിയാണല്ലോ നവ്യയെ ആലോചിച്ചത്. പക്ഷേ അബിയിൽ ചെന്ന് ചാടി. അതിന് കാരണം എന്താണ്? അവനാണ് പണക്കാരൻ, അവനിലാണ് സ്വത്തുക്കൾ മുഴുവനുള്ളത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നവ്യ അവൻ്റെ വലയിലേക്ക് എടുത്ത് ചാടിയത്. ഇനിയിപ്പോൾ ആദർശിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം. പിന്നെ അബി ഇങ്ങനെ വിലസി നടക്കുകയാണ്, എല്ലാവരെയും കുറ്റപ്പെടുത്തി, ആദർശിനെയും കുറ്റപ്പെടുത്തി. നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ നിലനിൽപ്പുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും ആ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ആദർശിന് എന്ത് സംഭവിച്ചു, ഇനി എന്താണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു നവ്യ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ ആദർശിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ സംസാരിക്കാനുള്ള, ആദർശിൻ്റെയും അതേപോലെ തന്നെ അഭിയുടെയും. കാരണം അഭി അത്രയ്ക്കും കള്ളത്തരങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ് നവ്യയും വരുന്നത്. അപ്പോൾ നവ്യയും അതേപോലെ തന്നെ അഭിയും കൂടി, നവ്യയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ, ആദർശ് ജയിലിലാണല്ലോ, അടിക്ക് തിരിച്ചടി, ഇതിനെ ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടി തന്നെയാണ് നവ്യ ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.